കഥയാരംഭിക്കുന്നത് 2009-ലാണ്. മഹാരാജ എന്ന യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. മഹാരാജ എന്ന ഒരു സെലൂണിൽ ജോലിക്കാരനായിരുന്നു. തന്റെ മുതലാളിയോട് അടുത്ത ദിവസം മകളുടെ പിറന്നാളാണെന്നും അവധി വേണമെന്നും മഹാരാജ ആവശ്യപ്പെട്ടു. എപ്പോഴും ലീവ് എടുത്ത് എങ്ങനെ ശരിയാകുന്നേ എന്ന് പറഞ്ഞ് മുതലാളി ആദ്യം മഹാരാജയോട് കയർത്തെങ്കിലും മഹാരാജയ്ക്ക് മുതലാളി ലീവ് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മഹാരാജ ഒരു കാര്യം ചെയ്യണം. അന്ന് കടയിൽ വരുന്ന മുഴുവൻ കസ്റ്റമറെയും മഹാരാജ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണമായിരുന്നു. മഹാരാജയും അതിന് സംഭവിച്ചു. അവിടെ നിന്നും കഥയടുത്ത സീനിലേക്ക് പോകുന്നു. കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങുവാൻ മഹാരാജ ഒരു വീടിന് എതിർവശമുള്ള ടോയ് കടയിൽ നിൽക്കുകയാണ്. ടോയ് കടയിൽ നിന്നും ഓരോ കളിപ്പാട്ടങ്ങളും എടുത്ത് മഹാരാജ തന്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തു. കൊച്ചിന് ഏത് കളിപ്പാട്ടമാണ് വേണ്ടത് എന്ന് ഓരോന്നും കാണിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ ഗിഫ്റ്റ് വാങ്ങാൻ മഹാരാജ നോക്കിക്കൊണ്ടിരിക്കെ പൊടുന്നനെ പാഞ്ഞു വന്ന ഒരു ലോറി മഹാരാജയുടെ ഭാര്യയും കുഞ്ഞുമിരുന്ന് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ്. പിന്നീട് വർഷം 2023 മഹാരാജയുടെ മകൾ ജ്യോതിയെ നമ്മൾ പരിചയപ്പെടുന്നു. അന്ന് നടന്ന ആ അപകടത്തിൽ മഹാരാജയുടെ ഭാര്യ മരണപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ടത് മകൾ ജ്യോതി മാത്രമാണ്. അവളിപ്പോൾ 10ാം തരത്തിൽ പഠിക്കുന്നു. കുട്ടിയായിരുന്ന ജ്യോതിയുടെ മുകളിലേക്ക് അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പ് വേസ്റ്റ് ബാസ്ക്കറ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇരുമ്പ് വേസ്റ്റ് ബാസ്ക്കറ്റിനെ ദൈവത്തെ പോലെയാണ് അവരിപ്പോൾ നോക്കിക്കാണുന്നത്. വീട്ടിലെ അംഗങ്ങളെപ്പറ്റി ജ്യോതിയോടോ മഹാരാജയോടോ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയുന്ന കൂട്ടത്തിൽ ലക്ഷ്മി എന്നൊരു പേരുമുണ്ടാകും. ലക്ഷ്മി എന്ന് അവർ വിളിക്കുന്നത് അന്ന് അപകടത്തിൽ ജ്യോതിയെ രക്ഷിച്ച് ചെളുക്കമൊക്കെ സംഭവിച്ചിരുന്ന ആ വേസ്റ്റ് ബാസ്ക്കറ്റിനെയാണ്. ആ ഇരുമ്പ് വേസ്റ്റ് ബാസ്ക്കറ്റിനെ എന്നും കഴുകി വൃത്തിയാക്കി പൂജാമുറിയിൽ വെച്ച് അവർ തൊഴുതുപോന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മഹാരാജയ്ക്ക് ആ ലോകത്തിലുള്ള ഒരേ ഒരു ബന്ധു ജ്യോതി മാത്രമായിരുന്നു. അതുകൊണ്ട് മകളോട് മഹാരാജയ്ക്ക് അത്രമേൽ സ്നേഹമാണുള്ളത്. കട പൂട്ടിയാൽ വീട്, വീട് കഴിഞ്ഞാൽ കട, അതിനപ്പുറം മഹാരാജയ്ക്കൊരു ലോകമില്ല. ജ്യോതിയാണെങ്കിൽ പഠിത്തത്തിൽ മികവുള്ള കുട്ടിയൊന്നുമല്ല. പക്ഷേ സ്പോർട്സിൽ അവൾ മിടുക്കിയായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട ടീച്ചറാകട്ടെ PT മിസ്സായ ആസിഫയുമാണ്. നിലവിൽ സോണൽ കോമ്പറ്റീഷന് പോകുവാൻ വേണ്ടി അവൾ പരിശീലനത്തിലുമാണ്. എന്ത് പ്രശ്നം വന്നാലും മകളെ വിട്ടുകൊടുക്കുന്ന ഒരു ശീലം മഹാരാജയ്ക്കുണ്ടായിരുന്നില്ല. അതിനൊരു ഉദാഹരണവുമുണ്ട്. ഒരിക്കൽ സ്കൂളിൽ ഒരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് എത്തിയപ്പോൾ ആരോ ചീഫ് ഗസ്റ്റിന് കൊടുത്ത ഡ്രിങ്കിൽ മദ്യം കലർത്തി കൊടുത്തു. അത് വളരെ വലിയ പ്രശ്നമായി. മദ്യക്കുപ്പി കണ്ടെടുത്തത് ജ്യോതിയുടെ ബാഗിൽ നിന്നുമായിരുന്നു. അതിന്റെ പേരിൽ പ്രിൻസിപ്പൽ മഹാരാജയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ജ്യോതി കുറ്റം ചെയ്തതായി ആരോപിച്ച് ജ്യോതിയെ ഒരുപാട് അപമാനിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രിൻസിപ്പൽ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ പൊടുന്നനെയാണ് ആസിഫ യഥാർത്ഥ പ്രതിയായ കുട്ടിയുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടെ പ്രിൻസിപ്പൽ ആ കുട്ടിക്ക് നേരെ തിരിഞ്ഞു. മഹാരാജയോട് അവളെയും കൂട്ടി പൊക്കോളാൻ പറഞ്ഞു. ഇത്തവണ രക്ഷപ്പെട്ടെന്ന് കരുതി എപ്പോഴും അങ്ങനാവരുത് എന്നൊരു സംസാരവും പ്രിൻസിപ്പളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ മഹാരാജ അങ്ങനെ പോവാൻ കൂട്ടാക്കുമായിരുന്നില്ല. മകൾ ചെയ്യാത്ത കുറ്റത്തിന്, മകളെ ശകാരിച്ചതിന് മകളോട് മാപ്പ് പറയണം എന്നായി മഹാരാജ. പ്രിൻസിപ്പൽ അതിനൊരുക്കമായിരുന്നില്ല. മഹാരാജ തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. സെക്യൂരിറ്റികളെയും മറ്റും വിളിപ്പിച്ച് മഹാരാജയെ പിടിച്ച് പുറത്താക്കാൻ പ്രിൻസിപ്പൽ ഉത്തരവിട്ടു. വന്നവർ മഹാരാജയെ പിടിച്ചുവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ പിടികിട്ടിയ ഒരു തൂണിൽ മഹാരാജ മുറുക്കി പിടിക്കുകയാണ്. തന്റെ മകളോട് മാപ്പ് ചോദിച്ചേ പറ്റൂ എന്ന നിലപാടിൽ ശാന്തമായി മഹാരാജ ഉറച്ചു നിന്നു. മഹാരാജയെ അവിടെ നിന്ന് പിടിച്ചുവലിച്ചു കൊണ്ടുപോകുവാൻ അത്രയധികം ആളുകൾ ശ്രമിച്ചിട്ടും മഹാരാജ പിടിച്ച പിടി വിടുവിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ സ്റ്റീൽ പൈപ്പ് വളഞ്ഞ് അവിടെ മിടിഞ്ഞു വീഴും എന്നൊരവസ്ഥ എത്തിയതും ഭയന്ന് പ്രിൻസിപ്പൽ അവനെ വിട്ട് പിന്മാറാൻ സെക്യൂരിറ്റികളോടും മറ്റും പറഞ്ഞു. പിന്നാലെ ജ്യോതിയെ വിളിച്ച് ക്ഷമ ചോദിക്കുകയുമുണ്ടായി. അങ്ങനെ ആ ദിവസം എത്തി. സോണൽ കോമ്പറ്റീഷന് വേണ്ടി ജ്യോതി പോകുന്ന ദിവസം. പോകുന്നതിനു മുമ്പ് അച്ഛന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ജ്യോതി പറഞ്ഞുകൊടുത്തു. ലക്ഷ്മിയെ എന്നും കുളിപ്പിച്ച് നല്ല രീതിയിൽ വെക്കണമെന്നും തനിക്ക് ഫോട്ടോ അയക്കണം എന്നും ജ്യോതി മഹാരാജയോട് എടുത്തു പറഞ്ഞു. അങ്ങനെ ജ്യോതി പോയി. മഹാരാജ പതിവ് പോലെ കടയിലേക്കും പോന്നു. അടുത്ത സീനിൽ മഹാരാജ കടപൂട്ടി വീട്ടിലേക്ക് തിരികെ വരികയാണ്. രാത്രി സമയം 9 മണി പിന്നിട്ടിരുന്നു. അടുത്ത സീനിൽ കാണുന്നത് വീട്ടിലെത്തിയ മഹാരാജ ആക്രമിക്കപ്പെട്ട് താഴെ വീണ് കിടക്കുന്നതാണ്. വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നുണ്ടായിരുന്നു. ബോധമറ്റ് കിടന്ന മഹാരാജ ഒരു പാമ്പ് മഹാരാജയുടെ അടുത്തുകൂടെ ഇഴഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് കടന്നുപോയപ്പോൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്നും കഥ അടുത്ത സീനിൽ എത്തുമ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ കയറി വരികയായിരുന്നു. സർവീസിന് കൊടുത്ത അയാളുടെ കാറിൽ നിന്നും ആ വർക്ക്ഷോപ്പിൽ ജോലി നോക്കിയിരുന്ന ധന എന്ന മുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യൻ അയാൾക്കേറെ പ്രിയപ്പെട്ട ഒരു സൺഗ്ലാസ് മോഷ്ടിച്ചിരുന്നു. ഒരു സിനിമാ നടൻ അയാൾക്ക് സമ്മാനമായി കൊടുത്ത സൺഗ്ലാസ് ആയിരുന്നു അത്. അതിന്റെ പേരിൽ അങ്ങോട്ടേക്ക് വന്ന ചെറിയ റൗഡിത്തരം കൂടിയുള്ള ആ ലോക്കൽ പൊളിറ്റീഷ്യൻ ധന എന്ന ആ യുവാവിനെ കണക്കിന് മർദ്ദിച്ചു. ധന അന്ന് രൂക്ഷമായി ആ ലോക്കൽ പൊളിറ്റീഷ്യനെ നോക്കുന്നുമുണ്ട്. രാത്രിയിൽ ലോക്കൽ പൊളിറ്റീഷ്യൻ അവിടുത്തെ ഒരു ബാറിൽ പോയിരുന്ന് മറ്റുള്ളവർക്കൊപ്പം മദ്യപിക്കുമ്പോൾ ധന അങ്ങോട്ടേക്ക് കടന്നു വന്നു. ലോക്കൽ പൊളിറ്റീഷ്യന്റെ
കാറിൽ നിന്ന് മോഷ്ടിച്ച കണ്ണട ധനയുടെ പക്കലുണ്ടായിരുന്നു. അയാൾ കാണെ ധന ആ കണ്ണട ഭിത്തിയിൽ തല്ലി തകർത്തു. പിന്നെ പറയണ്ടല്ലോ, ലോക്കൽ പൊളിറ്റീഷ്യനും ധനയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ക്രൂരമായ ആ ഫൈറ്റിനൊടുവിൽ ലോക്കൽ പൊളിറ്റീഷ്യനെ അടിച്ചിട്ട് ധന അവിടെ നിന്ന് ഇറങ്ങി നടന്നുപോയി. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മഹാരാജ എത്തിച്ചേരുകയാണ്. തലേ ദിവസം വീട്ടിൽ നടന്ന ആക്രമണത്തെപ്പറ്റി മഹാരാജ പോലീസ് ഇൻസ്പെക്ടർ പെരുമാൾ സ്വാമിയോട് വിശദീകരിച്ചു പറഞ്ഞു. കടപൂട്ടി വീട്ടിലേക്കെത്തിയ മഹാരാജയെ വീട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്ന രണ്ടുപേർ ആക്രമിക്കുകയായിരുന്നു എന്നായിരുന്നു മഹാരാജയുടെ വിശദീകരണം. നടന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ മഹാരാജ വിശദീകരിച്ച് SIയോട് പറഞ്ഞു. ഒക്കെ കേട്ട ശേഷം പെരുമാൾ സ്വാമി എന്താണ് മോഷണം പോയിരിക്കുന്നത്, പണമോ സ്വർണമോ വല്ലതും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് മഹാരാജ പറഞ്ഞു. വേറെന്താ എന്ന് ചോദിച്ചപ്പോ ലക്ഷ്മി എന്നായിരുന്നു മഹാരാജയുടെ മറുപടി. പെൺകുട്ടിയാണെന്ന ചിന്തയിൽ പെരുമാൾ സ്വാമി ആദ്യം ലക്ഷ്മിയെപ്പറ്റി മഹാരാജയോട് ചോദിച്ചപ്പോഴാണ് അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് എന്ന് പെരുമാൾ സ്വാമി മനസ്സിലാക്കുന്നത്. കള്ളന്മാർ ആകെ ലക്ഷ്മിയെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നായിരുന്നു മഹാരാജ പറയുന്നതും. അത് കേട്ടതും മഹാരാജ പോലീസുകാരെ കളിപ്പിക്കാനാണോ വന്നിരിക്കുന്നത് എന്ന തരത്തിൽ ചിന്തിച്ച പെരുമാൾ സ്വാമി മഹാരാജയെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുന്നു. മഹാരാജയുണ്ടോ പോകുന്നു. ആ അടിപിടിക്കിടെ SIയുടെ പുറത്ത് മഹാരാജ ഒന്ന് തടവി നോക്കുന്നുണ്ട്. പക്ഷെ ആ പിടിവലിക്കിടയിൽ അബദ്ധത്തിൽ SIയുടെ യൂണിഫോം കീറിപ്പോകുന്നു. അതോടെ ദേഷ്യത്തിൽ SI മഹാരാജയെ പിടിച്ചു പുറത്താക്കാൻ ഉത്തരവിടുകയാണ്. മഹാരാജ പോവാതെ ആ പഴയ പോലീസ് സ്റ്റേഷന്റെ മരം കൊണ്ടുള്ള ഒരു ആർച്ചിൽ പിടിയുറപ്പിച്ചു. മഹാരാജ പിടിച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. പോലീസുകാരൊക്കെയും ചേർന്ന് മഹാരാജയെ പിടിച്ച് പുറത്താക്കാൻ നോക്കിയിട്ടും മഹാരാജ പിടിവിട്ടില്ലെന്ന് മാത്രമല്ല, ആർച്ച് പൊട്ടി താഴെ വീഴുക പോലും ഉണ്ടായി. പോരാത്തതിന് മുകളിലുണ്ടായിരുന്ന ഒരു പാമ്പ് കൂടി താഴെ വീണതോടെ ഏവരും ഭയന്ന് പുറത്തിറങ്ങി നിന്നു. മഹാരാജ കൊണ്ടോ ഭയം ആ പാമ്പിനെയും പിടിച്ചുകൊണ്ടായിരുന്നു മഹാരാജ പുറത്തേക്ക് വന്നത്. കഥ അവിടെ നിന്നും CI വരദരാജനിലേക്ക് പോവുകയാണ്. വരദരാജൻ ഒരു കേസന്വേഷണത്തിലായിരുന്നു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കുറെ സ്വർണം മോഷണം പോയി. അതിന്റെ കള്ളനെയടക്കം വരദരാജൻ പിടികൂടിയിരുന്നു. പക്ഷേ സ്വർണം തിരിച്ചേൽപ്പിച്ചപ്പോഴാണ് അതിലൊരു സംഗതി, അത് മുഴുവൻ റോൾഡ് ഗോൾഡ് ആണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്തെങ്കിലും അയാളുടെ സംസാരത്തിൽ ചെറിയ കലിപ്പുണ്ടായിരുന്ന വരദരാജൻ ഇൻകം ടാക്സിന്റെയും മറ്റും കാര്യം പറഞ്ഞ് അയാളുടെ വായടപ്പിച്ചു. യാഥാർത്ഥ്യത്തിൽ വരദരാജൻ ഒരു കറപ്റ്റഡ് ഓഫീസറാണ്. കള്ളനുമായുള്ള ഒത്തുകളിയിലൂടെ ആ സ്വർണം മുഴുവൻ വരദരാജൻ കൈവശപ്പെടുത്തിയിരുന്നു. കൂട്ടത്തിലുള്ള പോലീസുകാർക്കും ആ കള്ളന് തന്നെയും വരദരാജൻ ഒരു ഷെയർ കൊടുക്കും. കള്ളന് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾ വരദരാജൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് ഓഫീസിലേക്കെത്തിയ വരദരാജൻ കണ്ടത് പോലീസ് സ്റ്റേഷൻ ആകെ താറുമാറായി കിടക്കുന്നതായിരുന്നു. കാര്യമെന്തെന്ന് ഏവരോടും വരദരാജൻ ചോദിച്ചു. ഏവരുടെയും നോട്ടം നീണ്ടത് അവിടെ ബെഞ്ചിലിരിക്കുന്ന മഹാരാജയിലേക്കായിരുന്നു. പിന്നാലെ മഹാരാജയിൽ നിന്നും കാര്യങ്ങൾ വരദരാജൻ ചോദിച്ചറിയുകയാണ്. SIയോട് പറഞ്ഞ പോലെ വള്ളിപുള്ളി വിടാതെ വീട്ടിലെത്തിയ ശേഷം നടന്ന ഓരോ കാര്യങ്ങളും വരദരാജനോടും മഹാരാജ വിശദീകരിച്ചു. ലക്ഷ്മി എന്ന വേസ്റ്റ് ബിൻ കളവുപോയതിനാണ് മഹാരാജ വന്നിരിക്കുന്നത് എന്നറിഞ്ഞതും SIയെ പോലെ CI വരദരാജനും മഹാരാജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പ്രതികളുടെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികളിൽ ഒരാളുടെ പുറം ഷർട്ട് കീറിയപ്പോ കണ്ടെന്നും പുറത്ത് ചെവി മുളച്ചിട്ടുണ്ട് എന്നുകൂടി മഹാരാജ പറഞ്ഞതോടെ CI വരദരാജന്റെ ദേഷ്യം ഇരച്ചു കയറി. പിന്നാലെ മഹാരാജയെ അവിടെ നിന്ന് ഏവരും ചേർന്ന് പുറത്താക്കുകയാണ്. സ്റ്റേഷനിലേക്ക് വന്ന വെടിവെച്ച് കൊന്നുകളയും എന്നുവരെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ മഹാരാജ വീണ്ടും തിരിച്ചു വന്നു. ഇത്തവണ കൈക്കൂലി പണവുമായിട്ടായിരുന്നു വരവ്. കൈക്കൂലി കൊടുക്കാൻ നോക്കിയത് ഏവരുടെയും മുമ്പിൽ വെച്ചായതുകൊണ്ട് വരദരാജൻ അടിച്ചെങ്കിലും പിന്നീട് കോൺസ്റ്റബിൾ മുഖേന പണം വാങ്ങി മഹാരാജയുടെ കേസന്വേഷിക്കാൻ വരദരാജനും സംഘവും ചെല്ലുന്നു. അങ്ങനെ ഒരു വേസ്റ്റ് പെട്ടി, അതും ഒരു പഴയ ഇരുമ്പ് വേസ്റ്റ് പെട്ടി മഹാരാജ ഇങ്ങനെ തിരയുന്നുണ്ടെങ്കിൽ, പണം കൊടുത്ത് തിരയുന്നുണ്ടെങ്കിൽ അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ സംശയം നീണ്ടത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് മഹാരാജയിൽ നിന്ന് കൂടുതൽ ഊറ്റണം എന്ന തരത്തിലേക്കൊക്കെ അവരുടെ ചിന്തകൾ പോകുന്നുണ്ട്. ഇതിനിടയിൽ മഹാരാജ തന്റെ വാട്സപ്പിൽ വന്ന വീഡിയോ ഒക്കെ എടുത്തു നോക്കിയിരുന്നു. സോണൽ സ്പോർട്സ് നടക്കുന്ന ഏരിയയിൽ നിന്നും മകളയച്ച വീഡിയോ ആയിരുന്നു അത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ലക്ഷ്മിയെ ക്ലീൻ ചെയ്തോ ഒക്കെ ചെയ്ത ശേഷം എനിക്ക് ഫോട്ടോ അയക്കണേ എന്നായിരുന്നു മോൾ അയച്ചിരുന്നത്. മഹാരാജ ഫോൺ എടുത്ത് പോക്കറ്റിനകത്തേക്ക് വെച്ചു. ഇൻസ്പെക്ടർ വരദരാജൻ ആ വേസ്റ്റ് പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും രഹസ്യം ഇതിനകത്തുണ്ടോ എന്നറിയുവാൻ മഹാരാജയെ വീണ്ടും ചോദ്യം ചോദിച്ചു. മുമ്പ് 5 ലക്ഷം പോലീസുകാർക്ക് കേസന്വേഷിച്ച് ലക്ഷ്മിയെ കണ്ടെത്തി കൊടുത്താൽ കൊടുക്കാമെന്ന് മഹാരാജ പറഞ്ഞിരുന്നു. ആ ഓഫർ 2 ലക്ഷം കൂടി വർദ്ധിപ്പിച്ച് മഹാരാജ 7 ലക്ഷമാക്കുകയാണ്. അതിനോടകം മഹാരാജയുടെ അക്കൗണ്ടിൽ 10-15 ലക്ഷത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ മഹാരാജയിൽ നിന്നും മുഴുവൻ ഊറ്റിയെടുക്കണം എന്ന പദ്ധതിയിലേക്കും എത്തിച്ചേരുന്നു. കഥ അവിടെ നിന്നും 2 മോഷ്ടാക്കളിലേക്ക് തിരിയുകയാണ്. ക്രൂരന്മാരായ 2 മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അവിടുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും
കൊലപ്പെടുത്തുകയും മറ്റും ചെയ്ത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പണവും സ്വർണവുമൊക്കെ മോഷ്ടിക്കുന്ന രണ്ടുപേർ. സെൽവമെന്നും ശബരിയെന്നുമായിരുന്നു അവരുടെ പേരുകൾ. കൂട്ടത്തിൽ സെൽവം ഒരു കുടുംബസ്ഥനാണ്. അതുകൊണ്ട് മോഷണ വീടുകളിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരെ തൊടുക പോലും സെൽവം ചെയ്യാറില്ല. പക്ഷേ ശബരി അങ്ങനെയല്ല. അവസരം കിട്ടിയാൽ ശബരി ആ പെണ്ണുങ്ങളെ പീഡിപ്പിക്കും. ശേഷം ഇരുവരും ചേർന്ന് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യും. അന്നും പതിവ് പോലെ കൊലപാതകങ്ങൾക്കും മോഷണത്തിനും ശേഷം ഇരുവരും അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങി. സെൽവം തന്റെ വീട്ടിലേക്ക് ചെന്നു. സെൽവത്തിന് പ്രേമിച്ച് വിവാഹം കഴിച്ച കോകില എന്ന സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. കോകിലയ്ക്ക് മുമ്പിൽ സെൽവം അത്രമേൽ നല്ലൊരു മനുഷ്യനാണ്. ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോപ്പൊക്കെ നടത്തുന്ന ഒരു സാധാരണക്കാരൻ. സെൽവത്തിന് ഏറ്റവും ഇഷ്ടം സെൽവത്തിന്റെ മകളോടായിരുന്നു. അമ്മു എന്നാണ് സെൽവം അവളെ വിളിക്കുന്നത്. ഓരോ മോഷണ വീടുകളിൽ നിന്നും മകൾക്കായി ചെറിയ കളിപ്പാട്ടമോ മറ്റോ സെൽവം വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അന്നും കൊണ്ടുവന്നത് സെൽവം മകൾക്ക് നീട്ടി. വേണ്ടെന്ന് പറഞ്ഞ മകൾ തട്ടിയതും സെൽവം അത് വീട്ടിൽ വെച്ചിരുന്ന വേസ്റ്റ് കുട്ടയിലേക്ക് ഇടുകയാണ്. അത് ലക്ഷ്മിയായിരുന്നു. മഹാരാജയാകട്ടെ സ്റ്റേഷനിൽ ലക്ഷ്മിയെ കണ്ടെത്തിയോ എന്നറിയുവാൻ എപ്പോഴും പോകും. അവിടെ ഓരോ പോലീസുകാരെയും നോക്കും. പോലീസുകാർ മഹാരാജയെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടും മഹാരാജ ഒന്നും മിണ്ടാതെ സ്റ്റേഷനിൽ പോവലും സ്റ്റേഷനിലെ എടുപിടി ജോലികൾ ചെയ്യലും തുടർന്നു. അടുത്ത സീനിൽ സെൽവത്തിന്റെ കുടുംബത്തെ കാണുന്നു. തന്റെ ക്രൂരമായ പശ്ചാത്തലമൊന്നും കുടുംബത്തിനു മുമ്പിൽ സെൽവം തീരെ കാണിച്ചിരുന്നില്ല. മകളുടെ പുറത്തുള്ള മുറിവ് വളരെ ശ്രദ്ധയോടെ സെൽവം ഡ്രസ് ചെയ്യുകയായിരുന്നു. വലിയൊരു തഴമ്പുപാട് പോലെ അത് മാറുന്നുണ്ടായിരുന്നു. വൈകാതെ സെൽവത്തിന്റെ മകളുടെ പിറന്നാൾ വരികയാണ്. അതിനെപ്പറ്റിയും സെൽവം ഭാര്യയോട് സംസാരിച്ചു. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ തുടരുമ്പോഴൊക്കെയും മഹാരാജ മകളയക്കുന്ന വാട്സപ്പ് വീഡിയോകൾ എടുത്തു നോക്കുന്നുണ്ട്. സോണൽ മീറ്റിംഗ് നടക്കുന്നിടത്ത് നിന്ന് മകളയച്ച ദൃശ്യങ്ങൾ. അച്ഛൻ എവിടെയാ? എന്താ എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാത്തെ? ലക്ഷ്മിയുടെ ഫോട്ടോ ചോദിച്ചിട്ട് ഇതുവരെ അയച്ചില്ലല്ലോ എന്ന തരത്തിലുള്ള വീഡിയോ ആയിരുന്നു അത്. പോലീസാണെങ്കിൽ ലക്ഷ്മിക്കായി തിരച്ചിൽ നടത്തുന്നുമുണ്ട്. ലക്ഷ്മിയെപ്പോലൊരു വേസ്റ്റ് കുട്ട വാങ്ങി അതാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ് മഹാരാജയ്ക്ക് കൊടുത്ത് പണം വാങ്ങിയാലോ എന്ന തരത്തിലേക്ക് പോലീസുകാർ ചിന്തിച്ചു. അതിനുവേണ്ടി ഒരു കോൺസ്റ്റബിൾ ഒരു പാത്രക്കടയിലെത്തി ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ നല്ല ശിവം എന്ന് പേരുള്ള ഒരു പോലീസ് ഇൻഫോർമന്റ് അവിടെ ഉണ്ടായിരുന്നു. പണ്ട് ക്രിമിനലായിരുന്ന ആ വ്യക്തി പിന്നീട് പോലീസ് ഇൻഫോർമന്റായി പോലീസിന്റെ സന്തത സഹചാരിയായി മാറിയ വ്യക്തിയാണ്. ഇൻസ്പെക്ടർ വരദരാജന്റെ ഫോൺ കോൾ കോൺസ്റ്റബിളിന് വരുന്നതും അപ്പോഴായിരുന്നു. നല്ല ശിവം അവിടെ ഉണ്ടെന്ന് കണ്ടതും വരദരാജൻ നല്ല ശിവവുമായി സംസാരിച്ചു. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെ ഒന്ന് വേണമെന്ന് പറഞ്ഞു. പോലീസിനെ സഹായിക്കുന്ന നല്ല ശിവം ആ കേസും ഏറ്റെടുത്തു. ഒരു വെൽഡിംഗ് ഷോപ്പിൽ പോയി അതുപോലെ തന്നുള്ള പഴയകാല വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാക്കുവാൻ വേണ്ട കാര്യങ്ങൾ നല്ല ശിവം പോലീസുകാരനൊപ്പം നിന്ന് പ്രവർത്തിച്ചു. മറുവശത്ത് സ്റ്റേഷനിലായിരുന്ന മഹാരാജ ഒരു കാര്യം കണ്ടു. ധന വർക്ക് ചെയ്തിരുന്ന വർക്ക്ഷോപ്പിലെ സൂപ്പർവൈസർ ധനയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ എത്തിയിരിക്കുന്നു. ധനയുടെ ഫോട്ടോ കണ്ടതും മഹാരാജ ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. മഹാരാജ ആക്രമിക്കപ്പെട്ട് വീണ ശേഷം പാമ്പിഴഞ്ഞുപോയി ഉയർന്നപ്പോൾ മഹാരാജയുടെ കണ്ണിൽ ഒരു ടോൾ ടിക്കറ്റ് പെട്ടിരുന്നു. അത് ഫോർച്യൂണർ കാറിന്റേതായിരുന്നു. അതായത് ലോക്കൽ പൊളിറ്റീഷ്യന്റെ കാർ ധനയെടുത്ത് കൊണ്ടുപോയപ്പോഴുള്ള ആ സമയത്തെ ടോൾ ടിക്കറ്റ്. ആ വണ്ടി നമ്പർ അന്വേഷിച്ചു പിടിച്ച് ബാറിൽ ചെന്ന് മഹാരാജ ആ ലോക്കൽ പൊളിറ്റീഷ്യനെ കണ്ടു. അപ്പോഴാണ് കള്ളന്മാർ പൊളിറ്റീഷ്യന്റെ കാർ എടുത്ത് നാട് മുഴുവൻ ചുറ്റിയ കാര്യം പൊളിറ്റീഷ്യനും മഹാരാജയും മനസ്സിലാക്കുന്നത്. പൊളിറ്റീഷ്യന്റേതല്ല ആ ടോൾ ടിക്കറ്റ് എന്നും മഹാരാജ തിരിച്ചറിഞ്ഞു. ആ സമയത്തായിരുന്നു പൊളിറ്റീഷ്യന്റെ കാറിൽ നിന്ന് കണ്ണട മോഷ്ടിച്ചിരുന്ന ധന പൊളിറ്റീഷ്യൻ അപമാനപ്പെടുത്തിയതിൽ കോപപ്പെട്ട് ബാറിലേക്ക് എത്തുന്നതും പൊളിറ്റീഷ്യനെ അടിച്ചിടുന്നതും. അന്ന് ആ കള്ളന്മാരിൽ ഒരാൾ ധനയാണ് എന്ന് മഹാരാജ അവിടെ വെച്ച് തിരിച്ചറിയുന്നുണ്ട്. ധനയെ ഫോളോ ചെയ്ത് മഹാരാജ അന്ന് രാത്രിയിൽ ധനയ്ക്ക് പിന്നാലെ പോയിരുന്നു. ധന എത്തിച്ചേർന്നത് ഒരു ഫാക്ടറിയിലേക്കാണ്. ധനയുടെ കൂട്ടാളികളായ നിരവധി ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. മഹാരാജയെ കണ്ടതും ധന പറഞ്ഞു, നിന്റെ വീട്ടിൽ കടന്നു കയറിയ ആ ദിവസം നിന്നെ കൊല്ലേണ്ടതായിരുന്നു. പാവം തോന്നി വിട്ടിട്ടുണ്ട്, പിന്നാലെ മണം പിടിച്ചു വരുന്നു. ഗുണ്ടകൾ അതോടെ മഹാരാജയെ തല്ലുവാനും ആക്രമിക്കുവാനും തയ്യാറാവുകയാണ്. മഹാരാജയെ കൊന്നേക്കാൻ ധന പറയുകയും ചെയ്തു. പക്ഷേ മഹാരാജ വെറുതിരിക്കുമോ? തിരിച്ച് കനത്ത ആക്രമണം നടത്തി. ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ക്രൂരമായ ആക്രമണം. മറ്റ് ഗുണ്ടകളെയൊക്കെ അടിച്ചിട്ട് മഹാരാജ ധനയെ ഉപദ്രവിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ ഉപദ്രവിച്ച് അവന്റെ കൂട്ടാളികൾ ആരെന്ന് ചോദിച്ചു. വേദന സഹിക്കവയ്യാതെ ഒരു ഘട്ടത്തിൽ ധന ഒരു കാര്യം പറഞ്ഞു. കൂട്ടത്തിലൊരുത്തൻ നിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ളയാളാ, അവിടെ പോയാൽ അവനെ കണ്ടുപിടിക്കാം, പോയി കണ്ടുപിടിക്ക്. പറഞ്ഞതിന് പിന്നാലെ കയ്യിൽ കിട്ടിയൊരു വസ്തു കൊണ്ട് മഹാരാജയെ കുത്തി ധന ബൈക്കെടുത്ത് രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു. പക്ഷേ മഹാരാജ ധനയുടെ തല തന്നെ വെട്ടിവീഴ്ത്തി. ഒരു വേസ്റ്റ് പെട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെ കൊല്ലുമോ? ഇത്രയും പേരെ ആക്രമിക്കുമോ? ചോദ്യം പ്രസക്തമാകുന്നു. ധനയെ കാണാനില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസർ സ്റ്റേഷനിലിരിക്കുമ്പോൾ മഹാരാജ അത്രയും ഓർത്തെടുത്തിരുന്നു. പിന്നാലെ അന്വേഷണത്തിന്റെ ഭാഗമായി ധനയെ അവസാനമായി തല്ലിയ പൊളിറ്റീഷ്യനെ അങ്ങോട്ടേക്ക് CI വിളിച്ചു വരുത്തി. തന്നോട് വന്നു ചോദിച്ച മഹാരാജയുടെ കാര്യം പൊളിറ്റീഷ്യൻ ഓർത്തെങ്കിലും മഹാരാജയുടെ പേരോ മറ്റോ കൃത്യമായി ഓർക്കുന്നു
മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ധന അടിച്ചതുകൊണ്ട് കഴുത്തിനടക്കം പരിക്കേറ്റിരുന്ന പൊളിറ്റീഷ്യൻ നെക്ക് പ്ലാസ്റ്റർ അടക്കം ധരിച്ചിരുന്നു. അതുകൊണ്ട് മുഖം ഉയർന്ന് തല ഒരു വശത്തേക്ക് ഇരുന്നതുകൊണ്ട് അവിടുണ്ടായിരുന്ന മഹാരാജയെ അയാൾ കണ്ടതുമില്ല. മഹാരാജ അതോടെ ധനയുടെ കൂട്ടാളികളെ തിരഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ എത്തിയത് എന്ന കാര്യവും വ്യക്തമാകുന്നു. അടുത്ത സീനിലാകട്ടെ കള്ളനായ സെൽവം മകൾ അമ്മുവിന്റെ പിറന്നാളിന് മാല വാങ്ങുവാൻ ഒരു കടയിൽ ചെന്നിരിക്കുകയാണ്. വില കൂടിയ ഒരു മാലയായിരുന്നു അന്ന് അവിടെ നിന്നവർ വാങ്ങുന്നത്. കുട്ടിയുടെ ചുവന്ന കാലടികൾ ഉള്ള പോലെ രസകരമായ ഒരു മാല മകളുടെ ബർത്ത്ഡേ പാർട്ടി കൊണ്ടാടുവാനും സെൽവം തീരുമാനിച്ചിരുന്നു. മറുവശത്ത് കേസന്വേഷണം പുരോഗമിക്കുകയാണ്. ധനയുടെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ അന്വേഷിച്ച് നമ്പറൊക്കെ ട്രാക്ക് ചെയ്ത് ആ ഫാക്ടറിയിലെത്തി. മഹാരാജയുടെ കേസ് അന്വേഷിക്കുന്ന SI ആകട്ടെ മഹാരാജയുടെ നമ്പർ ട്രാക്ക് ചെയ്ത് അതേ ഫാക്ടറിയിൽ നേരത്തെ ഉണ്ടായിരുന്നു. 2 പോലീസുകാരും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നതോടെ വ്യക്തമായ മറ്റെന്തോ അവർ കാണുന്നതോടെ ഗതാഗതി മാറാൻ തുടങ്ങുകയാണ്. മറുവശത്ത് മഹാരാജയ്ക്ക് വേണ്ടി പോലീസുകാർ ഉണ്ടാക്കുന്ന പുതിയ വേസ്റ്റ് പെട്ടിയുടെ ലക്ഷ്മിയുടെ പണി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ മകളുടെ പിറന്നാളിന് ഓർഡർ ചെയ്ത മാലു വാങ്ങുവാൻ സെൽവം സ്വർണ്ണക്കടയിലെത്തി. ഭാര്യ സെൽവത്തെ വിളിച്ച് തിരികെ വരുമ്പോൾ താടിയൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഇതേ സമയം സെൽവത്തിന്റെ വീടിനോട് ചേർന്ന് ബർത്ത്ഡേ പാർട്ടിക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. കാൽപാദങ്ങളുള്ള ആ കുഞ്ഞുമാല കിട്ടിയതും സെൽവമേറെ സന്തോഷിക്കുന്നുണ്ട്. മാലയും വാങ്ങി സെൽവൻ റോഡിലൂടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. പോരുന്ന വഴിയിൽ താടി ഡ്രസ്സ് ചെയ്യാൻ മുടിവെട്ട് കടയും സെൽവം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെൽവം റാംകി സെലൂണിലേക്ക് വന്നു കയറുന്നു. ആ നിമിഷത്തിലാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. സെൽവത്തിന്റെ ആ കഥ നടക്കുന്നത് 2009 തുടക്കം മുതലേ 2 കഥയും മിക്സ് ചെയ്ത് ഡയറക്ടർ ബുദ്ധിപരമായി പറഞ്ഞു പോകുന്നത് മാത്രമായിരുന്നു. ചെറുപ്പക്കാരനായ മഹാരാജ കഥയുടെ തുടക്കത്തിൽ അടുത്ത ദിവസം മകളുടെ ബർത്ത്ഡേ ആണെന്നും ലീവ് വേണമെന്നും മുതലാളിയോട് ചോദിക്കുന്നുണ്ടല്ലോ. ആ ദിവസമായിരുന്നു വന്ന് സെൽവം മഹാരാജയുടെ അടുത്ത് താടി ട്രിം ചെയ്യാനിരുന്നു. സെൽവത്തിന്റെ സംസാരത്തിൽ നിന്നും അന്ന് സെൽവത്തിന്റെ മകളുടെ പിറന്നാളാണ് എന്ന് മഹാരാജ മനസ്സിലാക്കിയിരുന്നു. ട്രിം ചെയ്യുമ്പോൾ ട്രിമ്മറിന്റെ ബാറ്ററി തീർന്നു. അതോടെ ബാറ്ററി വാങ്ങുവാൻ മഹാരാജ പുറത്തേക്ക് പോയി. ഈ സമയമായിരുന്നു സെൽവത്തിന്റെ കൂട്ടാളി ശബരിയുടെ ഫോൺ കോൾ വരുന്നത്. പത്രത്തിൽ അവർ ചെയ്ത ലാസ്റ്റ് ആക്രമണത്തെപ്പറ്റി വാർത്ത വന്നിട്ടുണ്ട്, പോലീസുകാർ തങ്ങളെ പിടിക്കുമോ എന്ന ഭയത്തോടെയായിരുന്നു ശബരി സെൽവത്തെ വിളിച്ചത്. അടുത്ത ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു സെൽവം ശബരിയോട് സംസാരിച്ചതും. ന്യൂസ് കണ്ട് പേടിക്കണ്ട, കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ പോലീസുകാർ അങ്ങനെ ന്യൂസ് ഇടും എന്ന തരത്തിൽ സെൽവം ശബരിയോട് പറഞ്ഞു. അവനെ സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ സെൽവം കാണുന്നത് പിന്നിൽ നിൽക്കുന്ന മഹാരാജയെയായിരുന്നു. മഹാരാജ താൻ സംസാരിച്ചത് കേട്ടിരിക്കുമോ എന്ന് സെൽവം സംശയിച്ചു. എന്നിരുന്നാലും അതിന്റെ ഭാവമാറ്റമൊന്നും മഹാരാജയിൽ ഉണ്ടായിരുന്നില്ല. സെൽവം ട്രിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. മഹാരാജ അത് കേട്ടിരിക്കുമോ എന്ന ഭയം സെൽവത്തിനുണ്ടായിരുന്നു. ശബരി വന്നപ്പോൾ സെൽവം ശബരിയോടും അക്കാര്യം പറഞ്ഞു. മറുവശത്ത് അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. സെൽവം മഹാരാജയുടെ ബാർബർ ഷോപ്പിൽ വെച്ച് മകൾക്ക് വാങ്ങിയ മാല മറന്നുപോയിരുന്നു. അത് കണ്ട മഹാരാജ അന്ന് സെൽവത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് തന്നെ അത് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന തരത്തിൽ മുതലാളിയോട് അനുവാദം വാങ്ങി. ശേഷം മാലയുമായി സെൽവത്തിന്റെ വീട് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മഹാരാജ ഇറങ്ങിച്ചെന്ന അതേ നിമിഷമായിരുന്നു കേസ് അന്വേഷിച്ച പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നതും. അതോടെ മഹാരാജ ഒറ്റയിട്ട് പോലീസ് തന്നെ പിടിക്കാൻ വരുന്നതാണ് എന്നായിരുന്നു സെൽവം ചിന്തിച്ചത്. സെൽവത്തെയും ശബരിയെയും പോലീസ് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശബരി പാനിക്കായി തോക്കെടുത്തു. ഒരു ബലൂൺ പൊട്ടിയതും തനിക്ക് നേരെ വെടിവരുന്നതായി ചിന്തിച്ച് ശബരി വെടിയുതിർത്തു. അതൊരു പോലീസ് കോൺസ്റ്റബിളിന്റെ ദേഹത്ത് കൊണ്ടതും SI ശബരിയെ വെടിവെച്ചു കൊല്ലുകയാണ്. സെൽവം അറസ്റ്റ് ചെയ്യപ്പെട്ടു. സെൽവത്തിന്റെ ഭാര്യ കോകിലയ്ക്ക് അത് വലിയ ഷോക്കായിരുന്നു. മകൾ അമ്മുവിനെ തൊടാൻ അവസാനമായി സെൽവം ഒന്ന് ശ്രമിച്ചെങ്കിലും കോകില അതിന് സമ്മതിച്ചില്ല. സെൽവത്തിന്റെ ഉള്ളിൽ അതൊരു പകയായി മാറി. പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോഴും സെൽവം മഹാരാജയെ രൂക്ഷമായി നോക്കിയിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സോണൽ മീറ്റൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന മഹാരാജയുടെ മകൾ ജ്യോതിയെയാണ്. ജ്യോതി പോരുമ്പോൾ തന്റെ ഷൂവില്ലാത്ത പാവപ്പെട്ട ഒരു കുട്ടിക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് മഹാരാജയെ വിളിച്ച് തനിക്ക് വാങ്ങിയ അതേ ഷൂ അതേ കളറിൽ തന്നെ താൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് വാങ്ങിവെക്കണം എന്ന് പ്രത്യേകം അവൾ പറഞ്ഞു. മഹാരാജ വാട്സപ്പിൽ മകളയച്ച വോയിസും ഷൂവിന്റെ ഫോട്ടോയും നോക്കിക്കണ്ടു. ലക്ഷ്മിയെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടുന്ന പണം വാങ്ങുവാൻ പോലീസ് കോൺസ്റ്റബിൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മറുവശത്ത് നല്ല ശിവവും കോൺസ്റ്റബിളും CI വരദരാജനും ചേർന്ന് പുതുതായി ഉണ്ടാക്കിയ ലക്ഷ്മിയുടെ ഡ്യൂപ്ലിക്കേറ്റിനെ വീട്ടിലേക്ക് എത്തിച്ചു. പഴക്കം തോന്നുവാൻ വേണ്ട കാര്യങ്ങൾ അതിന്റെ ചളക്കമൊക്കെ നല്ല ശിവം അതിൽ വരുത്താനും തുടങ്ങി. അങ്ങനെ ലക്ഷ്മി എന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് ഓക്കെയായി. അത് മഹാരാജയ്ക്ക് കൊടുത്ത് ഏതെങ്കിലും ഒരു കള്ളനെ ആ കുറ്റം ചാർത്തി പണം പിടുങ്ങുവാനായിരുന്നു CI വരദരാജൻ ചിന്തിച്ചിരുന്നത്. എന്തായാലും അതിനൊരു പ്രതിയെ വേണമല്ലോ. അതിനുവേണ്ടി സ്ഥിരമായി കുറ്റവാളികളാക്കുന്ന ഓരോ പ്രതികളെയും വരദരാജൻ വിളിച്ചു. പക്ഷേ വേസ്റ്റ് ബാസ്ക്കറ്റ് മോഷ്ടിച്ചു എന്ന കുറ്റം ഏറ്റെടുക്കാൻ ഒരു കള്ളന്മാരും ഒരുക്കമായിരുന്നില്ല.
50,000 രൂപ ഓഫർ ചെയ്തിട്ട് പോലും ആരും തയ്യാറായില്ല. അവിടുണ്ടായിരുന്ന നല്ല ശിവം 50,000 എന്ന് കേട്ടതും ഞാൻ ആ കുറ്റമേക്കാം എന്നങ്ങ് സമ്മതിക്കുകയാണ്. കുറ്റമേറ്റാൽ മാത്രം പോരല്ലോ, കളവ് നടന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി മഹാരാജയോട് വിശദീകരിക്കണം. അതിന് മഹാരാജ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. നല്ല ശിവം അത് അഭിനയിച്ച് കാണിക്കുകയും വേണമല്ലോ തെളിവെടുപ്പിന്റെ സമയത്ത്. അതുകൊണ്ട് മഹാരാജയെ കൊണ്ട് തന്നെ ആ കഥ ഒന്നുകൂടി പറയിപ്പിക്കാൻ വരദരാജൻ തീരുമാനിക്കുന്നു. കോൺസ്റ്റബിളിനെ വിളിച്ച് അവിടെയുള്ള മഹാരാജയെ വിളിച്ച് സംഭവം നടന്നതൊന്നുകൂടി വിശദമായി പറയാൻ വരദരാജൻ ആവശ്യപ്പെട്ടു. ഫോൺ കട്ട് ചെയ്യരുത് എന്നും പ്രത്യേകം വരദരാജൻ പറഞ്ഞു. മഹാരാജ കഥ പറയാൻ തുടങ്ങി. മറുവശത്ത് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് വരദരാജനും നല്ല ശിവവും അവിടെയുള്ള കോൺസ്റ്റബിളും അത് കേട്ടുകൊണ്ടിരുന്നു. മഹാരാജ കഥ പറയുന്നതിനൊപ്പം ദൃശ്യങ്ങളും കൂടി വ്യക്തമാവുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. മഹാരാജ അത്രനാളും അവിടെ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും മഹാരാജ ചെയ്തതായിരുന്നില്ല. മഹാരാജയായിരുന്നില്ല അവിടെ ആക്രമിക്കപ്പെട്ടതും, മറിച്ച് സോണൽ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ മഹാരാജയുടെ മകളായിരുന്നു ജ്യോതി. വീട്ടിലേക്കെത്തി വസ്ത്രം മാറാൻ മുറിയിൽ കയറി. ആ സമയം അവിടെ ഒളിച്ചിരുന്ന നല്ല ശിവം അവളെ കടന്നുപിടിച്ചു. ധനയും അവിടെ ഉണ്ടായിരുന്നു. സെൽവം അവളെ അടിച്ചു വീഴ്ത്തി. അത്രയും കാലം കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയ സെൽവം മഹാരാജയുടെ പ്രതികാരം തീർക്കുവാൻ മഹാരാജയുടെ വീട്ടിലെത്തിയ ദിവസമായിരുന്നു അത്. പക്ഷേ പതിവായി കൃത്യസമയത്ത് വീട്ടിൽ വരുന്ന മഹാരാജ മകളെന്ന് ഷൂസ് വാങ്ങാൻ പറഞ്ഞിരുന്നതുകൊണ്ട് ചെരുപ്പ് കടയിൽ പോയി വെയിറ്റ് ചെയ്തതുകൊണ്ട് കൃത്യസമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. മഹാരാജയെ കിട്ടിയതുമില്ല. മകളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഇന്നത്തെ ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകാമെന്ന തീരുമാനത്തിലേക്ക് സെൽവം എത്തിച്ചേരുകയാണ്. ജ്യോതിയെ കൊന്നേക്കാമെന്നും സെൽവം പറഞ്ഞു. അപ്പോഴാണ് നല്ല ശിവം ജ്യോതിയോടുള്ള ലൈംഗികാസക്തി പ്രകടിപ്പിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ജ്യോതിയും ധനയും ചേർന്ന് ജ്യോതിയെ ക്രൂരമായി പീഡിപ്പിച്ചു. പലവട്ടം പീഡിപ്പിക്കപ്പെട്ട് ആ പെൺകുട്ടി അവശനിലയിൽ കരഞ്ഞു. ഒടുവിൽ ഒക്കെ കഴിഞ്ഞതും ജ്യോതിയെ കൊന്നേക്കാം എന്ന് തന്നെ പറഞ്ഞെങ്കിലും സെൽവം അത് വേണ്ടെന്ന് പറഞ്ഞു. മഹാരാജയ്ക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായി സെൽവം അതിനെ നോക്കിക്കണ്ടിരുന്നു. അതുകൊണ്ട് ധനയെയും നല്ല ശിവത്തെയും കൂട്ടി സെൽവം അവിടെ നിന്ന് പോവുകയാണ്. മഹാരാജ ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് താൻ ആക്രമിക്കപ്പെട്ട പോലെയും ലക്ഷ്മി മോഷണം പോയ പോലെയുമായിരുന്നു. പക്ഷെ മഹാരാജയുടെ വിശദീകരണം മുഴുവൻ കേട്ട് നല്ല ശിവത്തിന് എന്താണ് മഹാരാജ പറയുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. അതോടെ വേസ്റ്റ് പെട്ടി മോഷ്ടിച്ചു എന്ന കുറ്റം ഏറ്റെടുക്കാൻ തനിക്ക് മടിയുള്ള കാര്യം നല്ല ശിവം വരദരാജനോട് പറയുകയാണ്. പക്ഷെ ഓൾറെഡി അത് ഏറ്റെടുക്കാമെന്ന് നല്ല ശിവം പറഞ്ഞതായിരുന്നല്ലോ. അതുകൊണ്ട് വരദരാജൻ നല്ല ശിവത്തോട് ദേഷ്യപ്പെട്ടു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ നല്ല ശിവം വരദരാജന്റെ അടുത്ത് കുടുങ്ങിപ്പോയി. പിന്നാലെ വീട്ടിലേക്ക് വിളിക്കാനെന്ന് പറഞ്ഞ് നല്ല ശിവം വരദരാജന്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി സെൽവത്തിനെ കോൾ ചെയ്തു. മഹാരാജ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യവും താനിങ്ങനെ പെട്ട കാര്യവുമൊക്കെ സെൽവത്തോട് നല്ല ശിവം വിശദമായി പറഞ്ഞു. താനിപ്പോൾ ചെന്നൈയിലില്ലെന്നും തിരിച്ചു വന്നാലുടൻ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നുമായിരുന്നു സെൽവത്തിന്റെ മറുപടി. മറുവശത്ത് സ്റ്റേഷനിൽ നിന്ന് പോന്ന മഹാരാജയാകട്ടെ പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അന്ന് മകൾക്ക് കാത്തിരുന്ന് ഷൂ വാങ്ങി മഹാരാജ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയതും ഞെട്ടിക്കുന്ന ആ കാഴ്ചയായിരുന്നു മഹാരാജ കണ്ടത്. മകളുടെ അവസ്ഥ കണ്ട് നെഞ്ചുവിങ്ങിയ ആ മനുഷ്യൻ വേഗം മകളെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. മകൾക്ക് കാവലായി വീട്ടിൽ നിന്ന് ലക്ഷ്മിയെയും മകളുടെ ഹോസ്പിറ്റൽ ബെഡിനടിയിലേക്ക് മഹാരാജ കൊണ്ടുവച്ചിരുന്നു. മഹാരാജയുടെ കടയിൽ ജോലി നോക്കുന്ന മുത്തശ്ശൻ വന്ന് മകളുടെ അവസ്ഥ കണ്ട് വിലപിച്ചു. അവരെയൊക്കെ കൊന്നുകളയണം എന്ന് മഹാരാജയോട് പറഞ്ഞു. വൈകാതെ മഹാരാജയുടെ മകൾ ബോധം തെളിഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞത് അതുമാത്രമായിരുന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അവരെന്തിനാ ഇങ്ങനൊക്കെ ചെയ്ത്? അച്ഛാ, എനിക്ക് വേണ്ടി ഒക്കെയും ചെയ്യില്ലേ? ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാമോ? എന്നെ ഇത് ചെയ്തവരെ എന്റെ കൺമുമ്പിലൊന്ന് കൊണ്ടു നിർത്താമോ എന്നായിരുന്നു അത്. വിതുമ്പലോടെ മഹാരാജ അന്നതിന് സമ്മതിച്ചിരുന്നു. അടുത്ത സീനിൽ നല്ല സെൽവത്തെ തെളിവെടുപ്പിന് എന്ന പോലെ മഹാരാജയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസുകാരും കൂടെയുണ്ട്. അവിടെ എത്തിയതും എങ്ങനെയാണ് മോഷണം നടത്തിയത് എന്നത് അഭിനയിച്ച് കാണിക്കാൻ നല്ല ശിവത്തോട് വരദരാജൻ പറഞ്ഞു. നല്ല ശിവം തങ്ങൾ കടന്നു കയറിയതും മറ്റും അഭിനയിച്ച് കാണിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ജ്യോതിയുടെ വായു പൊത്തിയതുപോലെ മഹാരാജയുടെ വായു പൊത്തി എന്ന തരത്തിലേക്ക് നല്ല ശിവം അഭിനയിച്ച് കാണിച്ചതും അതിൽ അയാളുടെ അഭിനയം പാളി. വാപൊത്തിയത് കുട്ടിയുടേതെന്ന പോലെ താഴെയായിരുന്നു കൈപിടിച്ചത്. അതോടെ നല്ല ശിവമാണ് ആ പ്രതിയെന്ന് മഹാരാജ തിരിച്ചറിയുന്നുണ്ട്. അതൊന്നുകൂടി ഉറപ്പിക്കുവാൻ മഹാരാജ നല്ല ശിവത്തിന്റെ പുറത്ത് തടവി നോക്കി. മകൾ മഹാരാജയോട് പറഞ്ഞ ഒരേ ഒരു അടയാളം ഒരാളുടെ പുറത്ത് മുഴ പോലെ ഒരു തഴമ്പുണ്ടെന്നായിരുന്നു.
അത് നല്ല ശിവത്തിന്റെ പുറത്ത് മഹാരാജ തൊട്ടറിഞ്ഞു. ആ തഴമ്പുള്ള പോലീസ് സ്റ്റേഷനിലെ വ്യക്തി ആരാണ് എന്നറിയാനായിരുന്നു അത്രനാളും ലക്ഷ്മി മോഷണം പോയി എന്നു പറഞ്ഞ് മഹാരാജ സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടിയത്. ഓരോ പോലീസുകാരുടെയും മുതുകിന്റെ ഭാഗം പരിശോധിച്ചത്. പിന്നാലെ നല്ല സെൽവത്തോട് വരദരാജന്റെ അനുവാദം വാങ്ങി മഹാരാജ തനിച്ചു സംസാരിച്ചു. അതിൽ നല്ല ശിവം തന്നെയാണ് തന്റെ മകളെ പീഡിപ്പിച്ചത് എന്ന് മഹാരാജ മനസ്സിലാക്കുന്നുണ്ട്. തനിച്ച് അവസരം കിട്ടിയതും മഹാരാജയെ താൻ ശരിയാക്കും, ജയിലിൽ നിന്നിറങ്ങിയാൽ എന്ന മട്ടിൽ നല്ല ശിവം ഒരു ഭീഷണി സ്വരം കൂടി ഉയർത്തുന്നതോടെ വരദരാജൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇവനെ എന്തു ചെയ്യണം എന്ന് മഹാരാജയോട് ചോദിക്കുന്നു. ക്ഷമിച്ച് വിട്ടേക്കാം സാർ എന്നായിരുന്നു മഹാരാജയുടെ മറുപടി. ഇത്രയും ലക്ഷക്കണക്കിന് പണം നീ ചിലവാക്കി നിന്റെ വീട്ടിലെ കുപ്പത്തൊട്ടി മോഷ്ടിച്ചു, എന്നിട്ടും വിടുവാണോ? വിടാം സാർ. എന്തു ചെയ്താലും വിടാമെന്നാണോ? വിടാം സാർ. നിന്റെ മകളെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിടാമെന്നാണോടാ? അത് കേട്ടതും മഹാരാജയും നല്ല ശിവവും ഒരു നിമിഷം ഒന്നിനെട്ടി. കാര്യം എന്തെന്നാൽ അതിനോടകം നടന്ന അന്വേഷണങ്ങളിൽ നിന്നും മഹാരാജ എന്തിനാണ് അത്തരത്തിൽ കുപ്പത്തൊട്ടി അന്വേഷിച്ച് കേസ് കൊടുക്കുന്നതെന്നും മറ്റു കാര്യങ്ങളും പോലീസ് മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ചും ധനയെ അന്വേഷിച്ച് ഫാക്ടറിയിൽ SIയും കോൺസ്റ്റബിളും എത്തിയപ്പോൾ അവിടെ കിടന്നിരുന്ന ധനയുടെ ഫോണിലേക്ക് നല്ല ശിവത്തിന്റെ കോൾ വരുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ച അവർ മഹാരാജയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയായിരുന്നു. ശേഷം വരദരാജൻ തന്നെയാണ് മനഃപൂർവ്വം കളിച്ച് നല്ല ശിവത്തെ കുപ്പത്തൊട്ടി മോഷ്ടാവായി ട്രാപ്പ് ചെയ്യുന്നതും നിലവിൽ മഹാരാജയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതും. നല്ല ശിവത്തെ കൊന്നുതള്ളിയേക്കാൻ മഹാരാജയോട് വരദരാജൻ തന്നെ പറയുകയാണ്. SIയും കോൺസ്റ്റബിളും അതിനെ പിന്തുണച്ചു. അതോടെ മഹാരാജ വീടിനുള്ളിൽ പൂട്ടിയിട്ട് നല്ല ശിവത്തെ കൊലപ്പെടുത്തി. പോലീസുകാർ തെളിവില്ലാതെ അത് മാച്ചുകളഞ്ഞു. എത്രയൊക്കെ കറപ്റ്റഡ് ഓഫീസർ ആണെങ്കിലും വരദരാജനും SIക്കും ഉണ്ടായിരുന്നത് പെൺമക്കളായിരുന്നു. പോലീസിന്റെ സഹായത്തോടെ തന്നെ സെൽവം എവിടുണ്ട് എന്നും മഹാരാജ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കെട്ടിടത്തിന്റെ പ്ലംബിംഗ് കോൺട്രാക്ട് എടുത്ത് നടത്തുകയായിരുന്നു സെൽവം. മഹാരാജ അങ്ങോട്ടേക്ക് ചെന്നു. സെൽവത്തിന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ മഹാരാജ വലിയ തോതിൽ പോരടിച്ചു. സെൽവം ആ സമയം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ആളുകളിൽ നിന്നും മഹാരാജ അവിടുണ്ടെന്നറിഞ്ഞ് മഹാരാജയെ ആക്രമിക്കാൻ സെൽവം കടന്നുകയറി വന്നു. തന്റെ മുമ്പിലേക്ക് സെൽവം വരുന്ന കണ്ടതും മഹാരാജ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ടായിരുന്നു. പണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സെൽവത്തെ മഹാരാജ കൺമുമ്പിൽ ഓർത്തെടുത്തു. പണ്ട് തന്നെ ചതിച്ചതിനുള്ള പ്രതികാരം എന്ന പോലെ സെൽവം മഹാരാജയെ കണക്കിന് മർദ്ദിക്കാൻ ആരംഭിച്ചു. ആദ്യമൊന്നും മഹാരാജ തിരിച്ചടിച്ചില്ല. ഒരു ഘട്ടം കഴിഞ്ഞതും മഹാരാജ സെൽവത്തെ കണക്കിന് മർദ്ദിക്കുകയാണ്. ഒടുവിൽ സെൽവത്തിന്റെ കാല് ഒരു കട്ട വെച്ചൊടിച്ച് സെൽവത്തിനെ അവശതയിലാക്കി മഹാരാജ സെൽവത്തിന്റെ മുമ്പിലിരുന്നു. ശേഷം സെൽവത്തിന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും സെൽവം പറഞ്ഞു, എന്റെ ഈ മുറിവുകളൊക്കെ വേഗം ഉണങ്ങും. പക്ഷെ നിനക്കായി ഞാൻ അവിടെ ചെയ്തു വെച്ചതുണ്ടല്ലോ, അതിന്റെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. സെൽവം അത് പറഞ്ഞിരിക്കെ അങ്ങോട്ടേക്ക് ആസിഫയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ മഹാരാജയുടെ മകൾ ജ്യോതിയും വന്നെത്തുന്നുണ്ടായിരുന്നു. സെൽവത്തിനെ കാണണമെന്ന് പറഞ്ഞു വന്ന ജ്യോതിയെ മഹാരാജ തടയാൻ നോക്കിയെങ്കിലും തനിക്ക് കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ മഹാരാജ അതിന് അനുവദിച്ചു. ജ്യോതിയെ സെൽവത്തിന് മുമ്പിൽ നിർത്തി മഹാരാജ മാറി നിന്നു. ജ്യോതി സെൽവത്തെ നോക്കിക്കൊണ്ടിരുന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നേ എന്നായി സെൽവം. ഈ ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായ ഒരാൾ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയല്ലേ നീ എന്റെ വീട്ടിൽ കയറിയത് എന്നു പറഞ്ഞ് തന്റെ ആഭരണങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുവന്നത് ജ്യോതി സെൽവത്തിന്റെ മുന്നിലേക്കിട്ടു. നിന്നെപ്പോലുള്ള നൂറുകണക്കിന് ആൾക്കാരെ കണ്ടിട്ടാ ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കൊരു മോളുണ്ടേ, അവളോട് ചോദിച്ചാ മതി. ഇതുകൊണ്ടൊന്നും ഞാൻ തകർന്നു പോവില്ല, കൂടുതൽ മികച്ചവളായി മുമ്പോട്ട് വരും. നീയൊക്കെ ഇതേപോലെ കുറെ സംസാരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ നിന്നെ കൊല്ലാൻ പറഞ്ഞേനെ എന്ന് സെൽവം അപ്പോ പറയുകയാണ്. ഞാനിപ്പോ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ അച്ഛൻ നിന്നെ കൊന്നേനെ. നീ എനിക്ക് ജീവൻ ദാനം നൽകുവല്ല ചെയ്തേ. ഞാനാ ഇപ്പൊ നിനക്ക് ജീവൻ ദാനം നൽകി എന്റെ അച്ഛനെയും കൂട്ടിയിട്ട് പോവാൻ പോകുന്നേ. അതും പറഞ്ഞ് ജ്യോതി അവിടെ നിന്ന് എഴുന്നേറ്റ് അച്ഛനെ വിളിച്ച് അച്ഛന്റെ കൂടെ പോയി. ജ്യോതി കൊണ്ടുവന്നിട്ട ആഭരണങ്ങൾ സെൽവം നോക്കുകയായിരുന്നു. പെട്ടെന്ന് അതിൽ നെട്ടലോടെ സെൽവം ഒരു മാല കണ്ടു. പണ്ട് തന്റെ മകൾ അമ്മുവിന്റെ ബർത്ത്ഡേക്ക് സെൽവം വാങ്ങിയ അതേ മാല. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 2009 സെൽവം അറസ്റ്റ് ചെയ്ത് പോയ ശേഷം മാല കൊടുക്കുവാൻ അവിടെത്തിയ മഹാരാജ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നീട് അന്ന് മാല കൊടുക്കാൻ പറ്റാതിരുന്ന മഹാരാജ തന്റെ ഭാര്യയെയും മകളെയും കൂട്ടി സെൽവത്തിന്റെ ഭാര്യ മാറി താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. ആ മാല അവർക്ക് കൊടുക്കാൻ നോക്കിയപ്പോ അത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഒരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് തന്റെ മകൾക്കൊന്നും വേണ്ട എന്നവർ കരഞ്ഞു പറയുകയാണ്. അപ്പോഴാണ് എതിർവശത്തുള്ള പാവകൾ വിൽക്കുന്ന കട കണ്ട് ആ കുട്ടിക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ് ഭാര്യ മഹാരാജയെ ആ കടയിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ കടയിൽ നിന്ന് ഓരോ കളിപ്പാട്ടങ്ങളെടുത്ത് മഹാരാജ ഭാര്യയെ കാണിച്ചുകൊണ്ട് നിന്നു. അപ്പോഴായിരുന്നു ആ വീട്ടിലേക്ക് ഒരു ലോറി നിയന്ത്രണം വിട്ടിടിച്ചു കയറുന്നതും മഹാരാജയുടെ ഭാര്യ മരണപ്പെടുന്നതും. പക്ഷേ അതിലെ ഒരു ട്വിസ്റ്റ് എന്തെന്നാൽ അന്ന് മരണപ്പെട്ട ഭാര്യയ്ക്കൊപ്പം മഹാരാജയുടെ മകളും മരണപ്പെട്ടു
ദത്തിട്ടിരുന്നു. ലക്ഷ്മി മറിഞ്ഞു വീണ് ആകെ രക്ഷപ്പെട്ടത് സെൽവത്തിന്റെ മകൾ അമ്മുവായിരുന്നു. പക്ഷേ മഹാരാജ അമ്മുവിനെ ദത്തെടുത്തു. തന്റെ മകൾ ജ്യോതിയായി അമ്മുവിനെ വളർത്തി. അത് തിരിച്ചറിയുന്ന നിമിഷം സെൽവമാകെ തകർന്നു പോവുകയാണ്. സെൽവം ഇഴഞ്ഞിഴഞ്ഞു വന്ന് പോവുകയായിരുന്നു മഹാരാജയോട്. അത് തന്റെ മകളല്ലേ എന്ന് ചോദിച്ചു. മഹാരാജ മറുപടി പറഞ്ഞില്ല. പക്ഷേ ജ്യോതിയുടെ പുറത്തുള്ള തഴമ്പുപാട് ജ്യോതി നടന്നു പോകുമ്പോൾ കണ്ട സെൽവം അത് മകളാണെന്ന കാര്യം ഉറപ്പിച്ചിരുന്നു. ജ്യോതിക്കും ആസിഫയ്ക്കുമൊപ്പം മഹാരാജ താഴേക്കിറങ്ങി. സെൽവം മകളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മു അമ്മു എന്ന് വിളിച്ച് പിന്നാലെ ഇഴഞ്ഞിഴഞ്ഞു ചെന്നു. ഒടുവിൽ വേദനയും കുറ്റബോധവും സഹിക്കാൻ പറ്റാതെ തന്റെ മകളോടാണല്ലോ താൻ ആ ക്രൂരകൃത്യം ചെയ്തത് എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാതെ കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് സെൽവം കൊല്ലപ്പെട്ടു. ജ്യോതി നടന്നുപോയപ്പോൾ ജ്യോതിയുടെ കാൽപ്പാടുകൾ താഴെ പതിഞ്ഞിരുന്നു. ആ കാൽപാദത്തിനകത്തേക്ക് മാപ്പെന്ന പോലെ സെൽവത്തിന്റെ രക്തം വന്നു നിറഞ്ഞു. പണ്ട് സെൽവം വാങ്ങിയ മാലയിലെ ഡിസൈനുമായി അതിന് സാമ്യമുണ്ടായിരുന്നു. വളരെയധികം ബ്രില്യന്റായി രചിച്ച് തിരക്കഥയിൽ നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രം ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്. ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.